السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തും. സർവശക്തനായ അള്ളാഹു നമുക്കതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മയ്യിത്ത് കുളിപ്പിക്കുന്ന കാര്യവുമാണ് അവസാനം നമ്മൾ പറഞ്ഞത്. മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് തുറന്ന സ്ഥലത്തല്ലാതെ മറക്കപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ചായിരിക്കണം എന്നല്ല. പൊതു സ്ഥലത്തല്ല, ആരും കാണാത്ത രീതിയിൽ മറച്ചുകൊണ്ടാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്. അത് തന്നെ ആളുകളുടെ ദൃഷ്ടിയിൽ നിന്നും മറയുന്ന രൂപത്തില് ഒരു കട്ടിലിൽ വെച്ചുകൊണ്ടാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്. നിലത്തല്ല, ഒരു മയ്യത്തിനെ ഒരു കട്ടിലിൽ വെക്കുക എന്നുള്ളത് സാധാരണ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ഇതൊക്കെ. അതുപോലെ കഴിയുമെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മുകൾ ഭാഗം മറക്കുക എന്നുള്ളത് ഫുഖാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പറഞ്ഞാല് തുറന്ന ചുറ്റുഭാഗം മറഞ്ഞാൽ പോരാ, മേലെയും കൂടി മറക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ വീട്ടിന്റെ അകത്തോ അല്ലെങ്കിൽ ഒരു ടെന്റിന്റെ അകത്തൊക്കെ കുളിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ തന്നെ കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ അനിവാര്യമായിട്ടുള്ള ആളുകൾ മാത്രമാണ് ആ കുളിപ്പിക്കുന്ന സ്ഥലത്തുണ്ടാകുന്നത്. എല്ലാവരും കയറി വരാതെ കുളിപ്പിക്കുന്ന ആളും അവര് സഹായിയായിട്ടുള്ള ആളുകൾ മാത്രം ആ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുക, അല്ലാത്തവര് മാറി നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ മയ്യത്തിന്റെ കൈകാലുകൾ അത് സാവകാശം മടക്കി നിവർത്താൻ എന്ത് ചെയ്യാൻ ശ്രമിക്കാൻ മുമ്പ് ചെയ്തിട്ടുണ്ടാവും. മരിച്ച സന്ദർഭത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും കൂടി അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മയ്യത്തിന് തിരിക്കാനും മറിക്കാനും എല്ലാത്തിനും സൗകര്യപ്പെടും. പിന്നെ ഒന്ന്, ഔറത്ത് മറച്ചിരിക്കണം. മയ്യത്തിന്റെ ഔറത്ത് കാണാനോ അല്ലെങ്കിൽ നേരിട്ട് സ്പർശിക്കാനോ പാടില്ല എന്നുള്ളതാണ്. മയ്യത്തിന്റെ മറ എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ ധരിച്ച വസ്ത്രത്തിന് അടിഭാഗത്തു കൂടെ പൊക്കിൾ മുതൽ കാൽമുട്ട് വരെ മറയുന്ന ഒരു വസ്ത്രം കൊണ്ട് മറച്ച ശേഷമായിരിക്കണം ധരിച്ച വസ്ത്രം വരുന്നത്. ഔറത്ത് പുരുഷനാണെങ്കിൽ പൊക്കിൾ മുതൽ മുട്ടുവരെയുള്ളതിന് മേലെ ഒരു തുണി ഇട്ടതിന് ശേഷമാണ് ധരിച്ച പാന്റോ തുണിയോ എന്താണെന്നുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റുന്നത്. അതാണ് ഇതില് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട സന്ദർഭത്തില് നബിയുടെ വസ്ത്രം അഴിച്ചു മാറ്റുന്നതിനെ കുറിച്ച് സഹാബാക്കൾക്കിടയിൽ ചർച്ചയായി. നമ്മള് സഹാബികൾ ചെയ്യുന്ന പോലെ നബിയും ചെയ്യണോ എന്ന്. അതിന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവര് കുളിച്ച സന്ദർഭത്തിൽ പറഞ്ഞു, വല്ലാഹി മാ നദ്രി അനുജദ്ദിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സിയാബിഹി കമാ നുജദ്ദിദു മൗതാന. നമ്മളിൽ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഴിക്കണോ, അം നുഗസ്സിലുഹു അലൈഹി സിയാബു, നബി ധരിച്ചിട്ടുള്ള വസ്ത്രത്തോട് കൂടി നബിയെ കുളിപ്പിക്കാണോ വേണ്ടത്? ഇത് തർക്കായി. അങ്ങനെ ആ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ അവര് അഭിപ്രായ വ്യത്യാസമായപ്പോ അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഉറക്കം കൊടുത്തു. സഹാബയുടെ കൂടെ ഉള്ളവർക്ക് ഉറക്കം കൊടുത്തു. എല്ലാവരും നിന്നുകൊണ്ട് തന്നെ അവരുടെ താടി നെഞ്ഞിലേക്ക് ഇങ്ങനെ വീണുകൊണ്ട് അവരെന്ത് ചെയ്യാൻ ഒരു ചെറു മയക്കം അവർക്കുണ്ടായി. പിന്നീട് ആ വീടിന്റെ ഒരു മൂലയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സംസാരിച്ചു. ആരാണ് സംസാരിച്ചതെന്ന് ആർക്കും അറിയില്ല. ആ സംസാരം എന്തായിരുന്നു പറഞ്ഞാൽ, നബി ധരിച്ച വസ്ത്രത്തോടു കൂടിയാണ് നബിയെ കുളിപ്പിക്കേണ്ടത്. നബിയെ വസ്ത്രം അയക്കേണ്ടതില്ല, ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കുളിപ്പിക്കേണ്ടത് എന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് അവർ ഉണരുന്നത്. ഫഖാമു ഇലാ റസൂലില്ലാ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിപ്പിക്കുന്നതിന് അവര് പോയി. ഫഗസലൂഹു അലൈഹി ഖമീസുഹു, അങ്ങനെ നബിയുടെ കുപ്പായം ധരിച്ചുകൊണ്ട് തന്നെയാണ്, ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നബിയെ കുളിപ്പിക്കേണ്ടത്. യസബ്ബൂനൽ മാഅ ഫൗഖൽ ഖമീസ്,
അവരാ കുപ്പായത്തിന്റെ മേലെ കൂടി വെള്ളം ഇങ്ങനെ ഒഴിക്കും. വൈദ്യുലുബിൽ ഖമീസ്, ആ കുപ്പായത്തിന് മേലെ തന്നെ ഇങ്ങനെ അവര് തേച്ച് കഴുകും. ദൂനൈദീഹിം, കൈകൾ നേരിട്ട് മേലെ തട്ടാത്ത രീതിയിലേക്ക്. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നത്, സഹാബികൾ സാധാരണ എല്ലാ സഹാബികളും മയ്യത്തിന് വസ്ത്രം അഴിച്ചിട്ടാണ് കുളിപ്പിക്കാറുള്ളത്, മേലെ ഔറത്ത് മാത്രം മറച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ അതാണ്. എന്നിട്ട് അതാണ് അവര് പറഞ്ഞ അനുജരിദു റസൂലുള്ളാഹി മിൻ സിയാബിഹി കമാ നുജരിദു മൗതാന, നമ്മളിൽ ഒരാൾ മരണപ്പെട്ട് വസ്ത്രം അഴിച്ചു മാറ്റുന്ന പോലെ നബി അഴിക്കേണ്ടതുണ്ടോ എന്ന് ഇതിനെ തർക്കം വന്നത്. അപ്പൊ സാധാരണ എല്ലാവരും എന്ത് ചെയ്യുന്നു, വസ്ത്രം അഴിച്ചിട്ട് ഔറത്ത് മാത്രം മറച്ചിട്ടാണ് എന്ത് ചെയ്യുക, കുളിപ്പിക്കാറുള്ളത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ വളരെ വികൃതമായി ഫുഖാക്കള്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്, മീശ അതേപോലെ നഖം ഇതൊക്കെ കൂടുതൽ നീളമുണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കാം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അതിന് കൃത്യമായിട്ടുള്ള രേഖകളൊന്നുമില്ല. ഇബ്നു ഖുദാമ അൽ മഖ്ദസി റഹ്മഹുല്ലാഹ് പോലെയുള്ള പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തുന്നുണ്ട്, നല്ല മീശ ഉണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കാം, നഖം വെട്ടിക്കൊടുക്കാം എന്ന്. അതിന് രേഖയൊന്നുമില്ല, വെട്ടിക്കൊടുക്കൽ നിർബന്ധമുള്ളതല്ല, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതിന് വിരോധമില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് പണ്ഡിതന്മാര് അതിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാര് അതിന്റെ ആവശ്യമല്ല, അതൊക്കെ അവര് ജീവിതത്തിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അതാണ് നമ്മൾ ഏത് സന്ദർഭത്തിലും മീശ, നഖം, അതേപോലെ ഗുഹ്യസ്ഥാനത്തെ രോമം ഇതൊക്കെ എന്ത് ചെയ്യണം, എപ്പോഴും വൃത്തിയായിരിക്കണം. അത് മറ്റുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യരുത്, വിട്ടുകൊടുക്കരുത്. 40 ദിവസത്തിനുള്ളിൽ മീശ വെട്ടാനും അതുപോലെ കക്ഷത്തിലെ രോമം പറിക്കാനും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായിട്ടുള്ള ഹദീസുകളുണ്ട്. അപ്പൊ എപ്പോഴും വൃത്തിയായിരിക്കണം എന്നുള്ള. എന്നാൽ അതിന് തെളിവുകളൊന്നും വരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, അത് ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള അഭിപ്രായത്തിന്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കയ്യില് ഒരു ശീല ചുറ്റുകയോ അല്ലെങ്കിൽ കയ്യുറ ധരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കുളിപ്പിക്കേണ്ടത്. ഇപ്പൊ ഒന്ന് കയ്യുറുണ്ട്, ഇപ്പൊ കയ്യുറ ഇട്ടിട്ട് ആണ് കുളിപ്പിക്കുക. അതായത് മയ്യത്തിന്റെ ശരീരത്തിനെ ഞാൻ പറഞ്ഞില്ല, ഔറത്തിൽ പ്രത്യേകിച്ച് കയ്യുറ ഒന്നും ഇല്ലാതെ സ്പർശിക്കാൻ പാടില്ല. അതുകൊണ്ട് കയ്യുറ ഉണ്ടാകണം. പിന്നെ മയ്യത്തിന് കുളിപ്പിക്കുന്നതിന് മുമ്പ് മയ്യത്തിന്റെ വയറ്റിലുള്ള മാലിന്യങ്ങളൊക്കെ പുറന്തള്ളണം. അതിന് മുതുകും തലയും നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിച്ച് ഉയർത്തി താങ്ങി പിടിച്ച് ചരിച്ച് ഇരുത്തിയിട്ടാണ് എന്ത് ചെയ്യുക, അതൊക്കെ ചെയ്യാറുള്ളത്. സാധാരണ കുളിപ്പിക്കുന്ന ആളുകൾക്ക് അതറിയാം. മയ്യത്തിനെ എന്ത് ചെയ്യും, വലത്തെ കൈകൊണ്ട് പിന്നെ പെരടിയിൽ ഇങ്ങനെ താങ്ങിയിട്ട് കുറച്ചിങ്ങനെ പൊക്കി പിടിക്കുക ചെയ്യും. ഇന്നിപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, കുളിപ്പിക്കാനുള്ള കട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അത് പൊക്കിയാൽ എന്ത് ചെയ്യും, മയ്യത്തിന്റെ അങ്ങനെ പൊങ്ങും. അപ്പൊ നമ്മള് പിന്നെ എന്താണ്, വയറും അങ്ങനെ തടവി കൊടുത്താൽ മതി. ഇതിങ്ങനെ ചെയ്യണ എന്തിനാന്ന് പറഞ്ഞാല് നമ്മൾ കുളിപ്പിക്കണ ഈ മാലിന്യങ്ങളൊന്നും ശരീരത്തേക്ക് ഇങ്ങോട്ട് വരാതിരിക്കാനാണ്. അപ്പൊ അങ്ങനെ പൊന്തിച്ചു വെച്ചാൽ എന്ത് ചെയ്യും, മാലിന്യം അങ്ങനെ താഴത്തേക്ക് പോയിക്കോളും. പിന്നെ വയറും എന്ത് ചെയ്യണം, തടവി കൊടുക്കുക. അതുപോലെ ധാരാളം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ അടിയിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴിച്ചെടുക്കുക, ഒരാളിങ്ങനെ തടവുകയാണ് ചെയ്യേണ്ടത്. ആ സന്ദർഭത്തിൽ അതിന് മുമ്പായിട്ട് പിന്നെ മാലിന്യങ്ങൾ, നിജസ്സൊക്കെ വരുമ്പോൾ ദുർഗന്ധങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് വല്ല സുഗന്ധം എന്തെങ്കിലുമൊക്കെ അവിടെ പോക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അല്ലാതെ അതവിടെ സുന്നത്ത് എന്നുള്ളതിനൊക്കെയല്ല. ആളുകൾക്ക് ദുർഗന്ധം ഇല്ലാതിരിക്കാനും കുളിപ്പിക്കുന്നവർക്ക് പ്രയാസം ഇല്ലാതിരിക്കാനുമാണ് എന്ത് ചെയ്യുന്നത്, ഈ സുഗന്ധം പോലുള്ളത് തുറക്കുന്നത്. പുറത്തു വരുന്ന മാലിന്യം കാരണം മറ്റുള്ള ഒരാൾക്ക് ശല്യം ഉണ്ടാകരുത് എന്നാണ് അതിന് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ളത്. പിന്നെ ഗർഭിണിയാണ് മരിച്ചതെങ്കിൽ അവരുടെ വയറിങ്ങനെ എന്ത് ചെയ്യുക, അമർത്തി നജസ് കളയാൻ പാടില്ല. മരിച്ച പെണ്ണ് ഗർഭിണിയാണെങ്കിൽ ആ കുട്ടി പുറത്തേക്ക് വരാത്ത രീതിയിൽ വയറുമ്പോ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, തടവാൻ പാടില്ല എന്ന് അല്ലാമ ഇബ്നു ഹുസൈമി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നുണ്ട്. അവരെ വയറെന്ത് ചെയ്യാൻ പാടില്ല, നമ്മളിങ്ങനെ അമർത്തി കൊടുക്കാൻ പാടില്ല. പിന്നെ വയറിലുള്ള മാലിന്യങ്ങൾ കളഞ്ഞ ശേഷം കയ്യിൽ നമ്മൾ ധരിച്ചിരുന്ന കയ്യുറ കളയാതെ തന്നെ ഇടത്തെ കൈ കൊണ്ട് എന്ത് ചെയ്യുക, മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനങ്ങൾ കഴുകി കൊടുക്കുക. അപ്പൊ മറ്റേ ആള് എന്ത് ചെയ്യാൻ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ആ കയ്യുറയിട്ട് തന്നെ. അതിനുശേഷം നന്നായി വൃത്തിയാക്കിയ ശേഷം പിന്നെ ധരിച്ചിട്ടുള്ള ആ കയ്യുറ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. എന്നിട്ട് വേറൊരു കയ്യുറ ധരിക്കാണ് വേണ്ടത്. കാരണം നജസൊക്കെ കഴുകിയ കയ്യുറയാണ്. അത് കഴുകി അത് മാറ്റിയതിന് ശേഷം വേറെ ധരിച്ചിട്ട് പിന്നെ ആ ശരീരം മുഴുവൻ കുളിപ്പിക്കാൻ വേണ്ടിയാണ് മറ്റൊരു കയ്യുറ ധരിക്കണം.
സഹാബികൾ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിപ്പിച്ചപ്പോൾ കൈകൊണ്ട് നേരിട്ട് സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ശരീരം കഴുകുമ്പോഴും എന്ത് ചെയ്യുക, കയ്യുറ ധരിക്കുക എന്നുള്ളതാണ് പിന്നെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത ശേഷം പിന്നെ മയ്യത്തിന് ഉദു ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. നജസൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഉദു ചെയ്തു കൊടുക്കുക. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യാണ്, പിന്നെ കുളിപ്പിക്കുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. അസ്സലാമു അലൈക്കും.